ചക്കരച്ചോറിൻ്റെ ചെമ്പാണ് കേട്ടോ. രണ്ട് ചെമ്പുണ്ട്. അതിൽ ഒന്നിൽ 20,000, ഒന്നിൽ 40,000 രൂപൻ്റെ ചോറാണ് കൊള്ളുന്നത്. 40,000 രൂപ വേണം. ഇതാണ് ഞാൻ പറഞ്ഞത് സ്വർണത്തിൻ്റെ ഇല. ഈ സ്വർണത്തിൻ്റെ ഇലയ്ക്ക് ഭയങ്കര ഒരു ഡിമാൻഡുണ്ട് കേട്ടോ. അത് 1.5 കിലോ ഉണ്ട്, 2 കിലോ ഉണ്ട്. ഇതാണ്ടോ കളറ്, ഒരു സൈസ് ഇത് പൊടി, മഞ്ഞപ്പൊടി പോലത്തെ ഒരു കളറാണ് ഇടുന്നത്. ഒരു സൈസ് എസൻസാണ് ഇടുന്നത് അതിനകത്ത്. നല്ല രസമായി ഈ ചോറ് തിന്നെ. ഇതിനകത്ത് ചോറ് തിന്നാൻ നല്ല എളുപ്പം. ഒരു ആനേൻ്റെ പുഴുങ്ങ ചെറിയ ചെറിയ ചെമ്പിൽ കണ്ടോ. ആ ചെമ്പിനകത്ത് പിന്നെ കത്തിക്കാൻ വേണ്ടിയിട്ട് വിറക് കൊണ്ടെടുക്കുന്നുണ്ടോ. ഇതുണ്ടോ, ഇങ്ങനെ ആ ചൂട് ചോറിൽ ചവിട്ടി നിന്നും കൊണ്ട് ഇങ്ങനെ നിന്നും കൊണ്ട് ആൾക്കാർ ചോറ് വിളമ്പി കൊടുക്കും. ചൂട് ചോറാണ് കേട്ടോ. കണ്ടോ, ഇതാണ് അവിടുത്തെ കറമ. അത് ചൂട് ചോറാണ് കേട്ടോ. നമ്മളിവിടെ ആയിരിക്കും പച്ച ചോറാണ്, തണുത്ത തന്നില്ല. അത് ചൂട് ചോറാണ്. അതിൽ കയറി നിന്നും കൊണ്ട് ഇറങ്ങി നിന്നും കൊണ്ട് ആൾക്കാർ ചോറ് കോരിയെടുക്കും. അത് ഈ അജ്മീർ ഉണ്ടായ കാലത്ത് തന്നെ കണ്ടോ ആവി പറക്കുന്നുണ്ടോ അതിൽ. ഇത് അടുത്ത ചെമ്പാണ്. ഇത് അടുത്ത ചെമ്പിൽ നോട്ട് കിടക്കുന്നുണ്ടോ. അടുത്ത ചെമ്പിൽ നോട്ട് കിടക്കുന്നു. ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, പക്ഷേ അന്ന് ചെമ്പ് ഉണ്ടാക്കി വെച്ചു ചോറ് വെക്കണം. പക്ഷേ ഇതിൽ ആൾക്കാർ കാണിക്കിട്ടുണ്ട്, ചോറ് വാങ്ങിക്കാൻ അരി ഇട്ടിട്ടുണ്ട്. അതൊരു ഓരോരോ ആൾക്കാരുടെ വിശ്വാസമാണ്. ഇതാണ് അത് 40,000 രൂപ ചെമ്പാണ്. ഇത് 40,000 വേണം. ഇപ്പം അങ്ങനെയല്ല, 80,000 വേണം. കാരണം ഈ സാധനങ്ങൾക്ക് വില കൂടിയില്ലേ. അജ്മീറിൻ്റെ ഇത് ഇതാണ് 80,000 രൂപ. 80,000 വേണമെന്ന് ചെമ്പ്. മറ്റേത് 40,000. കാരണം ഇപ്പം സാധനങ്ങൾക്ക് വില കൂടി. കണ്ടോ, ഇതാണ് അജ്മീർ. അതുണ്ടോ എല്ലാവരും ഇതും കൊണ്ട് വാരുന്നുണ്ടോ. പൈസ ഉണ്ടോ, പൈസ നോട്ട് കണക്ക് വാരുന്നുണ്ടോ. ഇതിൽ മുക്കാഭാഗം ചിലവാകും, ബാക്കിയൊക്കെ അവരെടുക്കും. അവരെടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവർക്കേ കിട്ടുള്ളൂ. എന്നാൽ ആൾക്കാർ കൊണ്ടുവിടും, പൈസകൾ കൊണ്ടിടും. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാഴ്ചയിൽ 2 ദിവസം ചോറ് വെക്കും. ചിലപ്പോൾ ഒരു മാസം 2 ദിവസമായിരിക്കും വെക്കുമ്പോൾ. എല്ലാവരും ഞാനൊക്കെ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. ചോദിക്കുമ്പോൾ തന്നോളണം. അതേസമയം അതേ കടയിൽ കൊണ്ട് ഉണക്കി വെക്കുവാണെങ്കിൽ കുറേ പേര് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് ചെമ്പിനകത്ത് ഈ ചോറ് കുറേ പേര് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കടയിൽ കൊണ്ട് ഉണക്കി വെക്കും. ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, കയറിയതാണ്ടോ, കടയിൽ കണ്ട് ഉണക്കി വെക്കും. ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പാക്കറ്റ് 30 രൂപ 20 രൂപ പല പല സൈസിൽ വിൽക്കും അവർ. ഇതുണ്ട്, ഇത് ചെമ്പിൽ തീയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂടുതൽ വിറകൊന്നും വേണ്ട ഈ ചെമ്പ് ചൂടാവാൻ. അതാണ് അവൻ്റെ കറാമത്ത്. ആ ചെമ്പിനകത്ത് വിറകിടണമെങ്കിൽ കൂടുതൽ വിറകൊന്നും വേണ്ട, കുറേ വിറക് അടുക്കിയിട്ട് അത് തീ കത്തിക്കത്തുള്ളൂ. പിന്നെ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നുണ്ടോ, എല്ലാം കഴുകി പറക്കിയിട്ട് വെള്ളം തുറന്നു വിട്ടിരിക്കുന്നുണ്ടോ. ഇതാണ് അജ്മീറിൻ്റെ കറാമത്തായ ചോറുകൾ. ഇതിങ്ങനെ നിറഞ്ഞോണ്ടിരിക്കും, ഇഷ്ടംപോലെ വെള്ളം വരും, വെള്ളം നിറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ അടിയിൽ തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കഴിവലിൽ പറക്കലില്ല, അരിയൊന്നും കഴിവലിൽ പറക്കലില്ല. ചുമ്മാ കൊണ്ടിട്ട് അങ്ങ് ശരിയാക്കത്തുള്ളൂ. ഇതിനകത്ത് ഒരു ആനനായിട്ട് പുഴുങ്ങാം. അതാണ് ഈ ചെമ്പിൻ്റെ. ഇതുണ്ടോ, അതിനകത്ത് പൂക്കളിടും. സൈഡിൽ കണ്ടോ അതോരോ അവരുടെ ഹിന്ദുക്കളാണ് ഇവർ ഇതാ തൊപ്പിയൊക്കെ ഇട്ട് വയ്ക്കുന്നില്ലേ, അവരെ ഹിന്ദുക്കളാണ്, മുസ്ലിം അല്ല. കാവ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കളാണ് കാവ്യം. അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഉപ്പാപ്പ കേൾക്കുള്ളൂ, വേറെ ആരും പറഞ്ഞ കേൾക്കൂല. അതൊക്കെ വെറുതെയാണ്, അവരെ തട്ടിപ്പാണ്. അവിടെ അള്ളയാണ് അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്ന, ഉപ്പാപ്പ അല്ല. ഉപ്പാപ്പ അവിടെ കിടക്കുന്നതെന്നേ ഉള്ളൂ, അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്ന അള്ളയാണ്. ഇതൊക്കെ കാവ്യങ്ങളാണ്. മുസ്ലിം എന്ന് പറഞ്ഞ പേരിട്ട് വയ്ക്കുന്നുള്ളൂ, പേരില്ല. ഇതൊക്കെ കാവ്യങ്ങളാണ്. ഇതൊക്കെ പല പല തട്ടിപ്പ് നടത്തും. അങ്ങനെയൊക്കെ പൂക്കളൊക്കെ കൊണ്ടിടും. പിന്നെ അവിടെ സുജൂദിൻ്റെ കല്ല് കൊണ്ട് വെച്ചിട്ടുണ്ട് ദർഗേൻ്റെ അടുത്ത്. ഉപ്പാപ്പൻ്റെ കവറിൻ്റെ ഓപ്പോസിറ്റ് സുജൂദിൻ്റെ കല്ല് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഹിന്ദുക്കൾ സുജൂദ് ചെയ്യും, മുസ്ലിംസ് സുജൂദ് ചെയ്യൂല. അതാണ് കണ്ടോ, വെള്ളം നിറയുന്നുണ്ടോ. ഇത് ഒരു ചെമ്പ് നിറയണമെങ്കിൽ മണിക്കൂർ പിടിക്കും. ഒരു കിണറിനകത്ത് വെള്ളം നിറയ്ക്കുന്ന പോലെയാണ്. കണ്ടോ, അരി ഓരോ സാധനങ്ങൾ കൊണ്ട് കൊട്ടുന്നുണ്ടോ. അരികൾ, പൊടികൾ എല്ലാം കൊണ്ട് കൊട്ടും. ഇത് നിറച്ചൊന്നും ഉണ്ടാക്കൂലെന്നേ, ഇത് കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ബാക്കിയൊക്കെ ഇവർ മുക്കുന്നേ പൈസ.
കത്തിക്കുന്നുണ്ടോ? പക്ഷേ ആ ചോറ് കോരുന്നത് ഡോബികളെ തുണി അലക്കുകാരാണ്. തുണി അലക്കുകാരാണ് പിന്നെ അത് ഈ ചോറ് കോരിയെടുക്കുന്നത്. ഉപ്പാപ്പാക്ക് തുണി അലക്കി കൊടുത്ത ഒരു കുടുംബമാണ്. അതിൻ്റെ പാരമ്പര്യമായിട്ട് അവരാ വന്ന് ചോറ് കോരിയെടുക്കുന്നത് ഇതിനകത്തുനിന്ന്. അടുപ്പത്തിച്ചു. എത്ര നില കയറി പോകണമെന്ന് പറയാം. സ്റ്റെപ്പ് കയറി ഇങ്ങനെ നില കയറി പോകണം. ചോറ് റെഡിയായി. അങ്ങനെ ചക്കര ചോറ് റെഡിയായി. ചക്കര ചോറെന്നാണ് പറയണത് ഇതിന് കേട്ടോ. ചക്കര ചോറ് റെഡിയായി. പുതിയൊരു ചെമ്പിലേക്ക് ഇനി പാചകം ചെയ്യാൻ പോവാണ്. ഇത് വേറെ ചെമ്പാണ്, ആദ്യം കാണിച്ചല്ല. ഇത് വേറെ ചെമ്പാണ് കണ്ടോ. അത് ഇളക്കുന്നതിൻ്റെ കോലം കണ്ടോ, ഇളക്കി റെഡിയാക്കുന്നത്. ചക്കര ചോറിൽ പഞ്ചസാര ഇട്ടിട്ടാണ് കുടരും കണ്ടോ. അത്ര ആ കളറാണ് മൊത്തം. അത് നിറച്ചുണ്ടാക്കണം എന്നാണ്, പക്ഷെ നിറച്ചുണ്ടാക്കൂല. അതിൽ കുറച്ചുണ്ടാക്കും ഒരു പേരിന്. അണ്ടിപ്പരിപ്പ് ഇടുന്നത്, അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നു. ഇതാണ് അജ്മീറിലെ ശരിക്കുള്ള ചക്കരച്ചോറ്. നമ്മൾ പോയിട്ട് അവർ എടുക്കുമ്പോൾ അവിടെ പോയി നിന്നാൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ആവശ്യത്തിന് തരും. പിന്നെ കൊണ്ട് കളയാൻ പാടില്ലെന്നുള്ളൂ. ഞാനൊക്കെ ഉണക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിന്ന് ചോറൊക്കെ ഉണക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മെയിൻ കണ്ടോ. ഇതാണ് അവിടുത്തെ തുണിയലക്കാരൻ. എൻ്റെ മക്കളാണ്. മക്കളെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്നവരാണ്. അവർ കോരി എറിഞ്ഞ് കൊടുക്കും. അത് പിടിച്ചും കണ്ടോ, കോരി എറിയുന്ന പിടിക്കുന്നുണ്ടോ. ഇഷ്ടം പോലെ എനിക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്ര മധുരമില്ല, എന്നാൽ ഇച്ചിരി മധുരമുണ്ട്. ഇതുകൊണ്ട് ഈ ടാങ്കിൽ നിറച്ച് വെച്ചേക്കും. ആ ടാങ്കുകളിൽ നിറച്ച് വെച്ചിട്ട് പിന്നെ ആൾക്കാർക്ക് വന്ന് സപ്ലൈ ചെയ്ത് പോയതാണ്ടോ. ആൾക്കാർ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടോ കണ്ടോ. വാരി തിരുന്നുണ്ടോ, ആൾക്കാർ വാങ്ങിച്ച് തിരുന്നുണ്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. അതാണ് ഉപ്പാപ്പൻ്റെ കവർ. അതിൻ്റെ മുകളിലിരിക്കുന്ന ഇലയാണ് കക്കാൻ വന്നത് കേട്ടോ. ഇതിൽ നിറച്ച് വെക്കും. ഈ പാത്രങ്ങളിലെല്ലാം നിറച്ചങ്ങ് വെച്ചിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരെടുക്കും, കടക്കാർ കൊണ്ടുപോകും. ഇത് പൈസ കൊടുക്കാതെ ഇഷ്ടം പോലെ കിട്ടും. ഇത്രേ ഉള്ളൂ പരിപാടി. അടുത്ത വീഡിയോ കാണാം.